ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബൈജു. ഞാൻ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. കുറച്ച് ഇടയ്ക്കൊന്നും വീഡിയോ ഇട്ടില്ല, കാരണം സമയമില്ല, ഞങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് ഞാനൊരു റെസിപ്പി കണ്ടപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചു. ഒരു മുട്ടത്തോരൻ വയ്ക്കാൻ വേണ്ടിയാണ് വയ്ക്കുന്നത്. ഇതിനകത്ത് നിസ്സാരമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതി മാത്രമേ ഉള്ളൂ മുട്ടത്തോരൻ എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഞങ്ങൾ പ്രവാസികളെ സംബന്ധിച്ചോളം അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു ചെറിയൊരു മുട്ടത്തോരൻ വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ഞാൻ ആദ്യമായിട്ട് ഇന്നത്തേക്ക് എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അതിന് ശേഷമായിട്ട് നമ്മളിവിടെ പിന്നെ കരിയാപ്പിലയുണ്ട്. തന്നെ കരിയാപ്പില എടുത്ത് ഇടുന്നു ചെയ്തിട്ടുണ്ട്. പിന്നെ കടുക്, എണ്ണ ചൂടാക്കി കടുക് ഇടാം. കടുക് ഇട്ട ശേഷം കടുക് കുറച്ച് കടുക് ഇട്ടാം. കടുക് ഇനി ഞങ്ങളുടെ ഓൾറെഡി ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇനി ഞാൻ പിന്നെ കറി വെച്ചോണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാമ്പാർ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. ആ സാമ്പാർ കുക്കറിൽ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിച്ചേക്കാൻ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. സാധാരണ ഇപ്പോൾ ഞാൻ കടുകിട്ടു. അതിന് ശേഷമായിട്ട് നമ്മൾ ഈ വറ്റൽമുളക് കുറച്ച് വറ്റൽമുളക് കൂടെ ഇതിലേക്ക് ഇടാം. സാധാരണ ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു സംഗതിയാണ് മുട്ടത്തോരൻ പറയുന്നത്. വലിയ മഹാസംഭവം. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. അപ്പം അതിനുശേഷം നമ്മൾ ഇന്നുണ്ട് ചോപ്പ് ചെയ്ത് വെച്ച് നമുക്കിവിടെ മിക്സി ഉണ്ട്, പക്ഷേ അത് ശരിക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചോപ്പ് ചെയ്ത് വെച്ച ഈ പച്ചമുളകും ഈ പിന്നെ സവോളയും തേങ്ങായി വെച്ചിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളൊക്കെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഈ കടുക് പൊട്ടി നമുക്ക് ഈ ചോപ്പ് വെച്ചിരിക്കുന്ന സാധനം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാതെ ഇടാം. ചോപ്പ് വെച്ചത് ഇതിലേക്ക് ഇടാം. നമുക്കൊന്ന് നിലക്കി കൊടുക്കാം. കുറച്ച് തേങ്ങയുടെ കുറച്ച് ഇടാം, കുഴപ്പമില്ല. നമുക്ക് ഇപ്പോൾ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറച്ച് തേങ്ങയോട് ഇടുക. കാരണം ഇതിപ്പോൾ കുറവാണ്. ഞങ്ങൾ 4 പേരുള്ളതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ തേങ്ങ ഇടാം. അപ്പം കുറച്ച് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇട്ട് ഒന്നുകൂടെ അതൊന്ന് ചൂടാക്കി ഒരു സാമ്പാർ ഞങ്ങളുടെ ഈ കുക്കറിൽ ഇരിക്കുന്നേ ഉള്ളൂ. സാമ്പാറും ഈ തോരനുമാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പം അതിനൊരു കറിയുടെ ഉണ്ടാക്കിയാണ്. അതാണ് ഈ മുട്ടത്തോരന്. നമുക്ക് ഈ മുട്ടത്തോരൻ വെച്ചാൽ നിസ്സാരമായിട്ടുള്ള നമുക്ക് ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം. കാരണം ഞങ്ങൾ 12 മണിക്കൂർ ഡ്യൂട്ടി വന്നിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. ഞാനിവിടെ 4 മുട്ടയാണ് കഴിച്ചത്. 4 മുട്ട അത് ഞാൻ എടുത്തിരിക്കുന്നത്. 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഈ മുട്ടയത്തേക്ക് ഇടാറുള്ളൂ. കാരണം പിന്നെ അതിന് ശേഷം കുറച്ച് മസാല നമ്മൾ വെച്ചിട്ടുണ്ട്. മസാല എന്ന് വെച്ചാൽ ഇച്ചിരി ശകലം ഗരം മസാല ഇടാണ്ട്. ഗരം മസാല ഇതിനകത്ത് കുറച്ചിടാം. അതിലിപ്പോൾ സ്പൂൺ ഇട്ടിട്ടില്ല, ഇടുന്നേ ഉള്ളൂ. കാരണം എനിക്ക് അതിൻ്റെ കളർ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇടുന്നേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടി ഇടാറുണ്ട്. കുരുമുളക് പൊടി ഇടാം. അപ്പോൾ കുറച്ച് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് കുരുമുളക് പൊടി ഇടുന്നത്. സ്പൂണിൽ എടുക്കണം, പക്ഷേ ഞാൻ അല്ലാതെ എടുക്കണം. കാരണം എനിക്ക് അതിൻ്റെ അളവ് അറിയാവുന്നത് ഞാനങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നുകൂടെ ഒന്നിക്ക് ഇളക്കാം. ഇതിപ്പോൾ ഓൾറെഡി ചൂടായി വന്നിട്ടുണ്ട്. ചൂടായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മുട്ട ആഡ് ചെയ്തിട്ട് മുട്ടയിൽ കൂടെ ഒഴിക്കാം. ഇതിന്
അത് ഏറ്റു വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ ഇങ്ങനെ ഇളക്കി നമ്മൾ സാധാരണ ഇളക്കുന്ന പോലെ ഇളക്കി കൊടുക്കാം. നല്ല ഒരു ചൂടായി വരുമ്പോഴത്തേന് ചൂടായി നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ ഒന്നിച്ചല്ല, ഇതിനെ വേറെ വേറെ ആയിട്ട് മാറ്റി മാറ്റി കൊടുക്കും. ഇങ്ങനെ കിടക്കണം, അതൊരു ചൂടാകുമ്പോഴത്തേനും ഇത് ശരിയാക്കിയുള്ളത്. ഇനി ഇതിങ്ങനെ തോരൻ നമ്മുടെ ഇങ്ങനെ മാറ്റി ഇങ്ങനെ മുട്ട പൊരിക്കുന്ന പോലെയല്ല, നമ്മളിങ്ങനെ അല്ലാതെ ഈ കിടക്കുന്ന പോലെ ഇങ്ങനെ വേറെ വേറെ മാറ്റി മാറ്റി ആകും. അത് ചൂടാകുമ്പോഴത്തേനും ചൂടായി കഴിയുമ്പോഴത്തേനും അത് റെഡിയാകും. ഇപ്പോഴും അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വെളുപ്പം നിസ്സാരം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വലിയൊരു കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ മുട്ടത്തോരൻ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് നോക്കുക. ഓക്കെ, താങ്ക് യു.